Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, 34 പേരായോളല്ലോ. 2 മിനിറ്റ് കൂടി നോക്കാം അല്ലെ, ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ റീഡ് ചെയ്തായിരുന്നോ? റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. സൗണ്ട് ഒക്കെ ഓക്കെ ആയോ? ഓക്കെ വരണം മേഡം. ചെറിയ ജലദോഷം. അപ്പൊ നമ്മള് ചെറിയ പ്രശ്നമുള്ളോ? 2 ദിവസം കൊണ്ട് ഓക്കെ ആയിക്കോളൂ. ഓ, ജലദോഷം. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴ പെയ്തു മേഡം, രാവിലെ മഴ പെയ്തു. മഴയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ നോക്കിയത് മെഷേഴ്സ് എന്തൊക്കെ നടപടികളാണ് നമ്മൾ റേഡിയോളജി റൂമിൽ അവിടുത്തെ സ്റ്റാഫിന്റെയും പേഷ്യന്റിന്റെയും പബ്ലിക്കിന്റെയും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു ഫോർ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയായിരുന്നു ആ 4 പോയിന്റ്സും നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാ, എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് പേഷ്യന്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് അളവില് എക്സ്റേ ഡോസുകൾ കറക്റ്റ് അളവില് നൽകുക. പിന്നെ സെക്കൻഡ് വൺ ഏതായിരുന്നു? പേഷ്യൻസിന് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ് ഷീൽഡിംഗ്, കവചം കൊണ്ട് മറയ്ക്കുക. ഓക്കെ, ഷീൽഡിംഗ് കൊടുക്കാം. നെക്സ്റ്റ് തേർഡ് വൺ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് തേർഡ് വൺ പറഞ്ഞത്? നമ്മള് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഇടയ്ക്കിടയ്ക്ക് മെഷീൻസ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് പരിശോധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഏതായിരുന്നു? reduce the time spent near the X-ray source. Okay, reduce the time spent near the X-ray source. X-ray sourceന്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ഇതൊക്കെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കാൻ പറ്റാവുന്ന നടപടികളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫോർ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുക്കാൻ പറ്റുക? ഫസ്റ്റ് നോക്കിയേ, ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് 3 meter MT. 3 meter 3 meter ഡിസ്റ്റൻസ് വേണം. മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മതിയായിട്ടുള്ള അല്ലെങ്കിൽ അപര്യാപ്തമായിട്ടുള്ള, അതാണ് ആഡിക്വേറ്റ് എന്ന് പറഞ്ഞത്, യോജിച്ച ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 meter ആയിരിക്കും. ഇതൊരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഇൻ എ റേഡിയേഷൻ റൂം? എത്രയാ adequate distance? എത്രയാ? 3 meter. 3 meter. 1 2 3 4 meter അങ്ങനെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തത്. 3 meter. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ നോക്കിയേ, ലീഡ് അപ്രോൺ എന്ന് പറഞ്ഞ ഉപരിവസ്ത്രം. നമ്മൾ അതിന്റെ മുകളില് ഡ്രസ്സിന്റെ മുകളില് ഓവർകോട്ട് പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ഉപരിവസ്ത്രങ്ങള്, ഡ്രസ്സിന്റെ മീതെ പ്രൊട്ടക്ഷന് വേണ്ടി ഇടുന്ന ഡ്രസ്സുകള്, ഗൗണുകളൊക്കെ. പിന്നെ ഗ്ലൗസ്, കൈയുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൗസ് ഇടാം. ആൻഡ് ഗോഗിൾസ് എന്ന് പറഞ്ഞ സ്പെക്സ് കണ്ണടകൾ ഉപയോഗിക്കാം. ഡ്യൂറിങ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റിനെ പൊസിഷനിങ് ചെയ്യുമ്പോൾ, സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഉപരിവസ്ത്രം ധരിക്കാം, ഗ്ലൗസുകൾ ധരിക്കാം, ഗോഗിൾസ് കണ്ണടകൾ ധരിക്കാം. ഇതൊക്കെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അവർ 24 hours അവിടെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ വർക്കിംഗ്. അപ്പൊ ഷിഫ്റ്റ് ആണെങ്കിലും അവർക്ക് ആ ടൈം ഫുൾ അവരവിടെ റേഡിയോളജിയിൽ തന്നെ ആയിരിക്കും.
ഒരുപാട് പേര് പേഷ്യൻസിനെ സ്കാനിങ് എക്സ്റേ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എപ്പോഴും അവര് റേഡിയേഷനായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞേ, lead apron, gloves and goggles during the time of positioning the patient. Next, third point നോക്കിയേ, usage of personal displaying devices. Personal displaying devices യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഡോസിമീറ്റർ. അതാണ് TLD എന്ന് പറഞ്ഞിട്ടുണ്ട്, തെർമോ ലൂമിനിസെന്റ് ഡോസിമീറ്റർ. അത് നോക്കിയേ, ഡോസിമീറ്റർ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. ഒരു പ്രത്യേക പീരീഡില് അയണൈസിംഗ് റേഡിയേഷന്റെ എക്സ്പോഷർ, എത്രമാത്രം എക്സ്പോഷർ നടന്ന റേഡിയേഷന്റെ ആ ഇത് കാണിക്കുന്ന അതിന്റെ ഒരു അത് മെഷർ ചെയ്യുന്ന റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. Dosimeter, instrument that measure exposure to ionizing radiation over a given period. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. Dash is an instrument that measure exposure to ionizing radiation over a given period. Next question, next one നോക്കിയേ, last point. Monitoring radiation exposure every month. എല്ലാ മാസവും മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷർ അത് മോണിറ്റർ ചെയ്യുക. അവിടുത്തെ റേഡിയേഷൻ എത്രമാത്രം നടക്കുന്നുണ്ട്, അതിന്റെ ഡോസുകള്, അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷന് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് മോണിറ്റർ ചെയ്യുക. മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. ഈ 4 പോയിന്റ്സും സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് ഒന്നോട് നോക്കാം നമുക്ക്. അഡിക്കേറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ 3 മീറ്റർ ആണ്. പിന്നെ അടുത്ത ലീഡ് അപ്രോൺ, ഗ്ലൗസ് ആൻഡ് ഗോഗിൾസ് ഡ്യൂറിംഗ് പൊസിഷനിങ് ദ പേഷ്യന്റ്. പിന്നെ നമുക്ക് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, ദാറ്റ് ഈസ് ഡോസിമീറ്റർ is an instrument that measure exposure of ionizing radiation over a given period. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ വെരി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇനി നെക്സ്റ്റ് വരുന്ന ഫോർ പബ്ലിക്. ഈ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഫോർ പബ്ലിക് നോക്കിയേ, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. ജനറൽ ട്രാഫിക്കിൽ നിന്ന്, പൊതുവായിട്ടുള്ള ട്രാഫിക്, അതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ എല്ലാവരും പോകുന്ന ഒരു പൊതുവഴിയാണ്. അവിടെ കൊണ്ടുവന്ന് നമ്മള് ഈ ഡിപ്പാർട്ട്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ആ റേഡിയേഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളൊക്കെ കിട്ടാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടും, പിന്നെ അവിടുത്തെ ആ തിരക്കൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഈ റേഡിയോളജിയിൽ എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ഉള്ളവർക്ക് മാത്രം പോയാൽ മതിയാവും. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ കാണാനുള്ളവർക്കുള്ള തിരക്കുണ്ടാവും. അത് കോമൺ ആയിട്ടുള്ള ഒരു വേ ആണെങ്കിൽ, ഒരു പാത്താണെങ്കിൽ അതിൽ കൂടെ നടക്കുന്ന ആളുകളുടെ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ട്രാഫിക്കിന്റെ ആ കൺജങ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ദൂരെയായിരിക്കണം ട്രാഫിക്കിൽ നിന്ന്, ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരം കീപ്പ് ചെയ്യണം. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. നെക്സ്റ്റ്, യൂസ് വാർണിംഗ് ബോർഡ്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നതാണ് വാർണിംഗ് ബോർഡുകൾ സ്ഥാപിക്കാം. വാർണിംഗ് ബോർഡ്, അപ്പൊ ഇത് ഹൈലി റേഡിയേഷൻ ഏരിയ ആണ്, അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ആളുകൾക്ക് എൻട്രി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് ബോർഡുകൾ, വാൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വാർണിംഗ് ബോർഡുകൾ സ്ഥാപിക്കാം. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ, അത് റേഡിയേഷൻ ഏരിയ ആണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് റേഡിയേഷൻ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തായിക്കോട്ടെ വാർണിംഗ് ബോർഡുകൾ ഉപയോഗിക്കാം. അതൊക്കെ ആളുകൾക്ക് ഒരു വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വാണിംഗ് ബോർഡുകൾ സ്ഥാപിക്കാം. നെക്സ്റ്റ്, യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. യെല്ലോ ഗ്ലോ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈനുകൾ ഫോർ റേഡിയേഷൻ ഏരിയ, റേഡിയേഷൻ ഏരിയയിൽ കൊടുക്കാം. അതാണ് താഴെ ഇവിടെ കൊടുത്തേക്കുന്നത്, കണ്ടില്ല എല്ലാവരും? കോഷൻ കണ്ടോ, ഹൈ റേഡിയേഷൻ ഏരിയ.
അപ്പൊ ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും റേഡിയേഷൻ നടക്കുന്നതാണ്, ഹൈ റേഡിയേഷൻ ഏരിയ ആണ്, അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ, അതേ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയിക്കാം, നമുക്ക് പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ, മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈനുകള് റേഡിയേഷൻ ഏരിയയിൽ കൊടുക്കുക. അതിനാണ് ഹൈ റേഡിയേഷൻ ഏരിയ എന്ന് പറഞ്ഞ പോർഷൻ കണ്ടില്ലേ, അതുപോലെ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആരാണ് മ്യൂട്ട് ചെയ്യട്ടാ? ഓക്കെ. It is also needed that warning lights are clearly seen and lit when the X-ray machine behind the leaded door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ റേഡിയോളജി ആ ഡിപ്പാർട്ട്മെന്റിൽ ആ റൂമിന്റെ മുകളിലായിട്ടുള്ള ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്നത്, ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവിടെ റേഡിയേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാണ്, എക്സ്റേ ചെയ്യുകയാണെന്നൊക്കെ പുറമെ ഇരിക്കുന്ന ആളുകൾക്ക് അവരെ ഒരു വാൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ, അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് അവിടെ കത്തി കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരാളെ നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് അവിടെ ഓൺ ആയി കിടക്കും. അതാണ് ക്ലിയർലി സീൻ ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക. when the X-ray machine behind the leader door is discharging radiation. അപ്പൊ അവിടെ നിന്ന് എന്താ പറയാ, അവിടെ നിന്നുള്ള റേഡിയേഷൻസ് ഒക്കെ പുറത്തേക്ക്, അതിന്റെ കുറച്ച് ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് അനുവാദം കൂടാതെയൊക്കെ ആളുകൾ പെട്ടെന്ന് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ റേഡിയേഷൻ അവർക്ക് ഏക്കും. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ ആളുകൾ പെട്ടെന്ന് അതിന്റെ ഉള്ളിലേക്ക്, ആ റേഡിയേഷൻ റൂമിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അവിടെ കത്തിക്കുന്നത്. അപ്പൊ ആ ലൈറ്റ് അവിടെ തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ എക്സ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ് പ്രകാശിപ്പിക്കുന്നു when the X-ray machine behind the leaded door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആ ലൈറ്റ് തെളിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. രണ്ടിലും 4 പോയിന്റ്സ് വീതമാണ്. ഫോർ സ്റ്റാഫിന്റെയും പറഞ്ഞു, ഫോർ പബ്ലിക്കിന്റെയും പറഞ്ഞു. ആ പോയിന്റ്സ് ഒന്ന് വേഗം ഒന്ന് നോക്കി. പറഞ്ഞോ. അഞ്ജന മനോജ് അല്ലേ പറയുന്നേ? എന്താണ് അഞ്ജന? ലാസ്റ്റ് പോയിന്റാ പബ്ലിക്കിന്റെ. അതാണ് പറഞ്ഞ. ഓക്കെ, അതിന്റെ ഇത്രേ പറയുന്ന അതിനകത്ത് നമുക്ക് ആ വാർണിംഗ് ലൈറ്റുകൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, തെളിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ആ റേഡിയേഷൻ നടക്കുമ്പോൾ, അവിടെ സ്കാനിങ്ങോ എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ നമ്മൾ ആളുകൾ പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് കയറുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ലൈറ്റ് തെളിയിക്കുന്നത്. അപ്പൊ ആ ലൈറ്റ് തെളിഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചറിയാം. ഇനി നമ്മളിപ്പോ എക്സ്റേ എടുക്കാൻ അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ ഡോറിന്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. അപ്പൊ അത് തെളിഞ്ഞു കിടക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ എക്സ്റേ ചെയ്യാണ് അല്ലെങ്കിൽ സ്കാനിങ് നടക്കുകയാണ് എന്നുള്ളത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ലൈറ്റ് കാണുന്നത്. അത് നമ്മുടെ പ്രൊട്ടക്ഷൻ, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ വേഗം തുറന്ന ആളുകൾ അകത്തേക്ക് ഒക്കെ കയറുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഉള്ളില് ആ സമയത്ത്
സമയത്ത് ആ ലൈറ്റ് കത്തിക്കിടക്കുന്ന സമയത്ത് അവിടെ സ്കാനിങ് അല്ലെങ്കിൽ എക്സ്റേ നടക്കുന്നുണ്ട് എന്ന ആളുകൾക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ലൈറ്റ് കത്തിക്കിടക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ശ്രദ്ധിച്ചിട്ടുണ്ട് മാഡം. ഓക്കെ, അത് ഇതിന് വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് എന്റെ വിരലിന് ഞാൻ എക്സ്റേ എടുക്കാൻ പോയപ്പം അവര് ചെറിയൊരു ഇതില് കൈ വെക്കാൻ പറഞ്ഞു. അപ്പം അവര് കൈ വെച്ചിട്ട് അവര് വേറൊരു സ്വിച്ച് അമക്കിയപ്പോഴാണ് അവിടെ ലൈറ്റ് കത്തിയത്. എന്നിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പം കൈ മാറ്റിക്കോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ റൂമിന്റെ പുറത്താണ്, പുറത്ത് ആ ഡോറിന്റെ മുകളിലായിട്ടായിരിക്കും ഈ ലൈറ്റ് കാണുന്നത്. അപ്പൊ അത് പുറമെ ഇരിക്കുന്ന ആളുകൾക്ക് ആ സമയത്ത് ആ ലൈറ്റ് കത്തിക്കിടക്കുന്ന സമയത്ത് റേഡിയേഷൻ അവിടെ നടക്കുകയാണ്, അവിടെ സ്കാനിങ് നടക്കുകയാണെന്നൊക്കെ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ലൈറ്റ് ആ സമയത്ത് കത്തിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ലൈറ്റ് ഓൺ ആയി കിടക്കുമ്പോ നമുക്കറിയാം അവിടെ റേഡിയേഷൻ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പൊ ആളുകളുടെ അങ്ങനെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ ആളുകൾ അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് കൂടി വരുന്നുള്ളൂ. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഷുവർ ആക്കേണ്ട, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ ഫസ്റ്റ് പോയിന്റ്, enlarging and consenting all radiology department policies and course of action for the radiology department. Enlarging developing and consenting approval കൊടുക്കുക. Radiology department policies and course of action for the radiology department. Okay, radiology departmentന്റെ എല്ലാ പോളിസികളും കോഡ്സ് ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങളും. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും ആ നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും കോഡ്സ് ഓഫ് ആക്ഷൻ നടപടിക്രമങ്ങളും ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഇനി അതിന്റെ കീഴിൽ നമ്മൾ കുറച്ച് പോയിന്റ്സുകളായിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നോക്കി, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ് that inpatient need not have to wait excessively. Okay, appointment system for ward patients. അപ്പൊ നമ്മൾ എന്താ പറയാ, വാർഡിൽ കിടക്കുന്ന പേഷ്യൻസും ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനും സ്കാനിങ് ഒക്കെ അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് റേഡിയോളജിയിൽ ചെല്ലേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ കിടക്കുന്ന വാർഡിൽ ഒരു അഡ്മിറ്റ് ആക്കി കിടക്കുന്ന ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയാ സീരിയസ്, അല്ലെങ്കിൽ സീരിയസ് എന്നല്ല, അയാൾക്ക് എന്താ പറയാ അവർക്കിടെ വീട്ടിലേക്ക് വിടാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണല്ലോ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അവിടെ കിടത്തി കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന പേഷ്യൻസ് ആണ് ഈ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം റേഡിയോളജിയിൽ. അവർക്ക് എന്താ ആ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യിക്കാത്ത രീതിയിൽ അവർക്കുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ്. നന്നായിട്ട് ആസൂത്രണം ചെയ്യണം. ദാറ്റ് ഇൻപേഷ്യന്റ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. ഇൻപേഷ്യൻസിന്, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് അധിക സമയം അവിടെ ഡിപ്പാർട്ട്മെന്റിൽ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എക്സസീവ് ആയിട്ട് അധിക സമയം ചെലവഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്കുടെ ആ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. നെക്സ്റ്റ് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ്. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് എന്തനുസരിച്ച് ഫോളോ ചെയ്യണം? അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം.
അവരുടെ അതിനനുസരിച്ച് ഇത്ര ടു ഇത്ര വരെയും അങ്ങനെ ആ ടൈമിങ് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഫോളോ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ളപ്പോ എന്താ പറയാ അടയ്ക്കാനോ അല്ലെങ്കിൽ അത് ഓപ്പണിംഗ് ഒന്നും പറ്റില്ല. അതിന്റെ ഒരു ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ, അപ്പൊ അതിന്റെ ടൈമിങ് അതനുസരിച്ച് ഫോളോ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. അധിക സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. നോൺ എസെൻഷ്യൽ അല്ലാത്ത സമയം വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്, ഒഴിവാക്കണം. ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈം ഒഴിവാക്കണം. നെക്സ്റ്റ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധ നടപടികൾ, മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, അഞ്ചാമത്തെ, ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് ഇഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ, എന്ത് നിലനിർത്തണം? ആൻഡ് ഇഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ആരുമായിട്ടാന്ന് നോക്കിയേ? മെഡിക്കൽ സ്റ്റാഫ്, ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ ഭരണകൂടം, ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസ്, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ്, സർവീസ്, ഇവരൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ ഇഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ആരുമായിട്ടാന്ന് നോക്കിയേ? മെഡിക്കൽ സ്റ്റാഫ്, the administration and other hospital departments and services. Okay, next point, assessment of the quality and the exactness of radiology services. അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാ റേഡിയോളജിയില് നമ്മളിപ്പോ ഓരോന്ന് സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണം എങ്ങനെയാണ് അത് പരിശോധിക്കണം. ക്വാളിറ്റി നോക്കണം, അസസ് ചെയ്യണം, വിലയിരുത്തണം. ആൻഡ് എക്സാക്ട്നെസ് എന്ന് വെച്ചാൽ കൃത്യതയും കൃത്യത, കറക്റ്റ് ആണോ, അത് കറക്റ്റ് റിസൾട്ട് ഒക്കെ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആണോ, കറക്റ്റ് ആണോ എന്നുള്ളത്, അതിന്റെ ക്വാളിറ്റി ഒക്കെ അസസ് ചെയ്യണം. അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും എക്സാക്ട്നെസ്സും ഗുണനിലവാരവും അതുപോലെ തന്നെ അതിന്റെ കൃത്യതയും വിലയിരുത്തുക. നെക്സ്റ്റ് വരുന്ന, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ട്സും ആര് സൈൻ ചെയ്യണം? റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. അദ്ദേഹം അത് അപ്രൂവ് ചെയ്യണം, അംഗീകരിക്കണം. നമ്മൾ സ്കാനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ഇത് ആ റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യണം? അത് കൺഫേം ചെയ്തിട്ട് അത് സൈൻ ചെയ്യണം. നമുക്ക് ഇപ്പം സ്കാനിങ് ഒക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് റേഡിയോളജിസ്റ്റിന്റെ സൈൻ ഉണ്ടാവും. അവിടെ എല്ലാ റിപ്പോർട്ടുകളും അവിടെ റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, there should be റേഡിയോളജിസ്റ്റ് ആരാ? നമ്മൾ എഴുതിയായിരുന്നല്ലോ, റേഡിയോളജിസ്റ്റ് മെഡിക്കൽ ഡോക്ടർ. ഓക്കെ, വെരി ഗുഡ്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ്. അദ്ദേഹം ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ ആണ്. ഇമേജിംഗ് ടെക്നിക്കില് അത് റേഡിയോളജിയില് സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ റിപ്പോർട്ടുകളും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. നെക്സ്റ്റ്, there should be well trained and registered radiographers. എല്ലാ റേഡിയോളജിയിലും ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ്, നല്ലോണം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ആരാ റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്? റേഡിയോഗ്രാഫേഴ്സ് ആസ് ദ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അത് മെഡിക്കൽ ഡോക്ടർ ആവണമെന്നില്ല, മെഡിക്കൽ ഡോക്ടർ അല്ല. Technical specialist that deliver and facilitate the most radiological procedure. A radiographer is not a medical doctor. Medical doctor അല്ല അദ്ദേഹം. സ്പെഷ്യലിസ്റ്റ്, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ്. ഓക്കെ, മെഡിക്കൽ ഡോക്ടർ. At least one should be available on call all time. Okay, at least one, ഒരാളെങ്കിലും
നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഓൺ കോൾ ഓൾ ടൈം. ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരു ആളെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞേക്കണേ, ഒരാളെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. എല്ലാ ടൈമിലും വിളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫർ അവിടെ അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് വൺ. ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. AERB എന്ന് പറഞ്ഞ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ BARC ഷുഡ് ബി ക്ലങ് ടു. എന്ന് വെച്ചാൽ എന്താ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡും അതിന്റെ റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡും അതുപോലെ നിയന്ത്രണവും, ബോർഡിന്റെ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ നിയന്ത്രണവും ആൻഡ് ദ ഡിവിഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനും ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡും റെഗുലേഷൻസും നിയന്ത്രണവും ഒക്കെ ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനും ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ ഷുഡ് ബി ക്ലങ് ടു അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഈ പോയിന്റ്സ് തന്നേക്കുന്നത്. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഞാൻ 1-2 പേരെ കൊണ്ടൊന്ന് റീഡ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിന്റെ എഴുതാം. ഓക്കെ, ഏതാണ് BARC ബഫയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു മാഡം. BHA ബഫ. പിന്നെ ചില ഇതിനകത്ത് BAA എന്നും കാണാറുണ്ട് കേട്ടോ, BHA എന്നും കാണാറുണ്ട്, BAA ബഫ അറ്റോമിക്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ നമ്മള് ആദ്യം പറഞ്ഞാലും BHA എന്നല്ലേ, ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ചില സ്ഥലങ്ങളില് BAA BHAA എന്നും കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആ പോയിന്റ്സുകളൊന്നും അയച്ചു നോക്കട്ടെ. മിസ്, റേഡിയോഗ്രാഫേഴ്സ് എന്താന്ന് ഒന്നുകൂടി പറയോ? റേഡിയോഗ്രാഫേഴ്സ് അല്ലേ? ഓക്കെ, റേഡിയോഗ്രാഫേഴ്സ് ആർ ദ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്. നോട്ട് ചെയ്യണമെങ്കിൽ എന്നാ എഴുതിക്കോട്ടോ. നമ്മൾ റേഡിയോളജിസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. റേഡിയോഗ്രാഫേഴ്സ് ആർ the technical specialist radiographers are the technical specialists that deliver DELIVER, that deliver
and facilitate, deliver and facilitate most radiological procedures, and facilitate most radiological procedures. Radiographers are the technical specialists that deliver and facilitate most radiological procedures. Okay, next sentence. A radiographer is not a medical doctor. Is not a medical doctor. Radiographer is not a medical doctor. ഈ എക്സ്റേ ടെക്നീഷ്യൻ എന്ന് പറയുന്നതല്ലേ റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത്? എക്സ്റേ ടെക്നീഷ്യൻ പഠിച്ചതല്ലേ? റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ഇതിനകത്ത് അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എഴുതാം. മേഡം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ റേഡിയോഗ്രാഫർ ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ചിലപ്പം ഹൂ ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ എന്നായിരിക്കുമോ? അങ്ങനെ ഇപ്പൊ എന്താ പറയാ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതിനകത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലാണെങ്കിൽ ചോദിക്കാം. പിന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ തന്നു എന്നുള്ളൂ. അഥവാ എങ്ങാനും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ വരില്ലാന്നും അറിയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. അങ്ങനെ പോയിസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് എഴുതാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? പറഞ്ഞോളൂ മേഡം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എഴുതിക്കോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In radiology, diagnosis and treatment of disease. In radiology, the diagnosis and treatment of disease by using dash. Imaging technology. Okay, very good. Surabhi alle parnju imaging technology. Okay, in radiology, the diagnosis and the treatment of disease by using imaging technologies. Imaging technology യൂസ് ചെയ്തുകൊണ്ട്, ഹൈലി റേഡിയന്റ് എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും. ഓക്കെ, ഇൻ റേഡിയോളജി ദ ഡിസീസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The procedure that is done, DONE, the procedure that is done to create image, IMAGE, create image within the body, especially ESPECIALLY, especially
especially the bonds is called a dash. The bonds X-ray. X-ray. X-ray ആണ്. The procedure that is done to create image within the body, especially the bones, is called X-ray. Next question. Third one. Radiology that focus on the using minimally minimally invasive Madam, minimally invasive 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 interventional techniques to diagnose and treat patients. ഏതാ? Okay. Options: diagnostic radiology, interventional radiology, radiation oncology. ഏതാ വരുന്നേ? Intervention. Interventional radiology ആണ്. Radiology that focus on the using minimally invasive interventional technique. അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. Minimally invasive interventional technique to diagnose and treat patients. Next question. Radiology department. ഇത് എഴുതുമ്പോ തന്നെ അതിന്റെ ഒപ്പം ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാം കേട്ടോ. Radiology department should be located dash floor. ഏത് ഫ്ലോറിലായിരിക്കണം? ground floor. Ground floor. The radiology department should be located on ground floor. Next question. Expand AERB. ഇതൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. Expand AERB. Atomic Energy Regulatory Board. Okay, Atomic Energy Regulatory Board, AERB. Atomic Energy Regulatory Board. Atomic Energy Regulatory Board. Madam, atomic energy relative bond അല്ലേ? Regulatory Board. REGULATORY. Regulatory board. 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 Atomic Energy Regulatory Board, AERB. Next question. Radiology rooms are secluded that SECLUDED. Secluded that people. Secluded feeling. റേഡിയോളജി റൂം ആര്യയുടെയാണോ ഇവിടെ അൺമ്യൂട്ട് ആയി കിടക്കുന്നത്? Secluded spelling. കൃഷ്ണ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. റേഡിയോളജി റൂംസ് ആർ secluded. SECLUDED. Radiology rooms are secluded that people cannot come
cannot come. People cannot come. Dash meter of its outside wall. Dash meter of its outside wall. 3 meter. 1 meter. 1 meter. 1 Radio meter. outside wall നിന്ന് 1 meter distance ആയിരിക്കണം. Okay. Radiology rooms are secluded that people cannot come 1 meter of outside walls. Next question. ഇത് previous question paper ചോദിച്ച same question ആണ് കേട്ടോ. ഓപ്ഷൻ ഞാൻ തരാം. Dosimeter, dosimeter, dosimeter is used to assess Dosimeter is used to assess the absorbed rate of dash. Absorbed, ABSORBED, absorbed rate of dash. Dosimeter is used to assess the absorbed rate of dash. Radiation. Options ഇവിടെ തന്നിട്ടുണ്ട്. Light, B, heat, HEAT, heat. Option C, radiation. Option D, steam, STEAM. മേഡം ലാസ്റ്റത്തെ ഓപ്ഷൻ ലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ, സ്റ്റീം ഇത്രയല്ലേ? ലൈറ്റ്, ഹീറ്റ്, റേഡിയേഷൻ, സ്റ്റീം. ഓക്കെ, ഏതാ ആൻസർ വരുന്നേ? ഡോസിമീറ്റർ റേഡിയേഷൻ, അബ്സോർബ്ഡ് റേഡിയേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ചോദിച്ചിട്ടുണ്ട്. What is the adequate distance, adequate, ADEQUATE, adequate distance between machine, MACHINE, machine. What is the adequate distance between machine and control panel? Machine and control panel in a radiation room. 3 meter. Options ഇവിടെ കൊടുത്തേക്കണേ. 3 meter, 4 meter, 5 meter, 6 meter. എത്രയാ ഡിസ്റ്റൻസ്? adequate ഡിസ്റ്റൻസ് ഇന്നിപ്പോ പഠിച്ചല്ലേ നമ്മള്? Okay, very good. 3 meter. What is the adequate distance between machine and control panel in a radiation room? 3 meter. Okay. Next question is the ടിസി ജോർജ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തേക്കുന്നത് ആരാ? ടിസി തന്നെയാണോ ശരിക്കും പേര് കുട്ടിയുടെ? അതെ. ടിസി. ഓക്കെ, ടിസിയുടെ വീട് എവിടെയാ? ഒക്കലാണ്. ഒക്കല് ഏതാ? പെരുമ്പാവൂര് ഭാഗമാണോ? അതെ, പെരുമ്പാവൂര് കഴിഞ്ഞ കാലടിയില്. ഓക്കെ. Okay, next question എഴുതിക്കോ. Install ILSTALL. Install X-ray machine. Install X-ray machine install X-ray machine in the dash of the X-ray room. Dash of the X-ray room. എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ
Corner. Corner. Okay, very good. Corner. Install X-ray machine in the corner of the X-ray room. Next question. Radiation protection. Radiation protection is also known as dash. Radiation protection is also known as dash. അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാ? Radiological protection. Okay. Radiological protection. Radiological protection. Radiation protection is also known as radiological protection. Next question. ഇതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Angiographies. 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 Angiographies are performed. PERFORMED. Are performed for visualizing dash. Angiographies are performed for visualizing dash. Blood vessel. Side Okay, of ഞാൻ blood vessel. options തരാം. Heart, option A ഇവിടെ തന്നിരിക്കുന്ന heart, option B lungs, option C stomach, option D blood vessels. Heart. Blood vessel. Blood vessel. End of observation. Blood vessel. Okay, blood vessels. Blood vessels രക്തക്കുഴലുകളിലെ ബ്ലോക്ക് ഉണ്ടോ അല്ലേ? ഇതിനെല്ലാം ആൻജിയോഗ്രഫി ചെയ്യുന്നത് എവിടെയാണ് ബ്ലോക്ക്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ആൻജിയോഗ്രഫി ചെയ്യുന്നത്. ആൻജിയോഗ്രഫീസ് ആർ പെർഫോംഡ് ഫോർ വിഷ്വലൈസിംഗ് ബ്ലഡ് വെസൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the protection of individual members. Dash is the protection of individual members of the public. Individual members of the public and of the population in general. Dash is the protection of individual members of the public and of the population in general. ഏതില് വരുന്നതാണ്? Public radiation protection. Public radiation. ഓക്കെ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷനില് അതിനകത്ത് തന്നെ ഉണ്ട്, ആ ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്, വേറെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ഓക്കെ. Dash is the protection of individual members of the public and of the population in general. Dash is the protection of individual members of the public and of the population in general. ഓക്കെ മാം. Okay, ഇതാണ് public radiation protection. Next one. In radiology, department timing are in radiology, department timing are followed according to the department timing are followed according to the dash.
എന്തനുസരിച്ച് വ്യത്യാസപ്പെടും എന്നാ പറഞ്ഞിരുന്നത്? ഹോസ്പിറ്റൽ പോളിസി. Department timing are followed according to the hospital policy. Hospital policy അനുസരിച്ച് അതിനെ ഫോളോ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ടൈമിങ് ഹോസ്പിറ്റൽ പോളിസിനെ ഫോളോ ചെയ്ത് വേണം ടൈമിങ് ചെയ്യാനായിട്ട്. Department timing are followed according to the hospital policy. Next question. In radiology, all the reports, reports, all the reports are to be signed by, signed, SIGNED. All the reports are to be signed by dash. Radiologist. Okay, radiologist, RADIOLOGIST, radiologist. In radiology, all the reports are to be signed by radiologist. Options കൊടുത്തിരുന്നത് കാർഡിയോളജിസ്റ്റ്, ഇമ്മ്യൂണോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്. ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. Okay, next one. In radiology, windows are avoided to. In radiology, windows are avoided to dash. എന്തിനു വേണ്ടിയിട്ടാ വിൻഡോസ് അവോയ്ഡ് ചെയ്തേക്കുന്നേ? റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലെസൺ ദ പെനിട്രേഷൻ ഓഫ്, ലെസൺ കുറയ്ക്കുക, LESSEN, ലെസൺ ദ പെനിട്രേഷൻ ഓഫ്, റേഡിയേഷൻ. മേഡം അതിന്റെ ആൻസർ ആണോ? The penetration of radiation in the answer. In radiology, windows are avoided to dash. Lessen the penetration of radiation in the nearby area. Lessen the penetration of radiation in the nearby area. Okay. Radiation in the nearby area. In the nearby area. Okay, next question എഴുതിക്കോ. Expand BARC. Expand BARC. Expand BARC. Expanded form. Center. Baba Atomic Research Center. Next, last question. Which of the following is not included
in measures, which of the following is not included in measures to be taken for public protection in radiology. Public protection in radiology. Which of the following is not included in measures to be taken for public protection in radiology. Options ഞാൻ പറയാം. Option A, use warning board. Option B, yellow glow signs, GLOW, glow signs for radiation area. Yellow glow signs for radiation area. Option C, shielding of patient parts. PARTS, parts. Shielding of patient parts. Option D, all of the above. Option A യിൽ പറഞ്ഞത് use Shielding of patient Option C. ഞാൻ വായിക്കാം. ഓപ്ഷൻ എ പറഞ്ഞത് യൂസ് വാർണിംഗ് ബോർഡ്. ഓപ്ഷൻ ബിയില് യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഓപ്ഷൻ സി ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് നോട്ട് ഇൻക്ലൂഡഡ്? Shielding of പേഷ്യന്റ് പാർട്സ്. അത് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതാ ബിനോയ്ക്ക് ഏതാ കിട്ടാത്തെ? ഓപ്ഷൻ ഡി ആണോ? ഡി ഓൾ ഓഫ് ദ എബോവ്. ബി യെല്ലോ ഗ്ലോ, GLOW, sign, SIGN, signs for radiation area. Yellow glow signs for radiation area. Okay, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര ചാപ്റ്റർ ആയി? നമ്മുടെ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അല്ല 5 ചാപ്റ്റർ. 5 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, BARC അല്ല, BARC ആണ് എക്സ്പാൻഡഡ് ഫോം പറഞ്ഞത് കേട്ടോ. BARC ആണ്. BARC, ബാഫ അറ്റോമിക് റിസർച്ച് സെന്റർ. ഓക്കെ, അപ്പോ 5 ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഏതൊക്കെ ചാപ്റ്റേഴ്സാ നമ്മൾ കവർ ചെയ്തേ? ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കാം. ഓക്കെ, 5 ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ ഫ്രൈഡേ എന്റെ ക്ലാസ് ഇല്ലാന്ന് കേട്ടോ. ക്ലാസ് ഇല്ലാന്നല്ല, എന്റെ ക്ലാസ് ഇല്ല. ഫ്രൈഡേ ഇല്ല, സാറ്റർഡേ ഇല്ല, സൺഡേ ഇല്ല. ഇനി മൺഡേ ഉള്ളൂ നമുക്ക് ക്ലാസ്. മൺഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത്. അപ്പോഴേക്കും ഈ 5 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തോണ്ട് പോവാട്ടോ. ഞാനൊരു 10 ക്വസ്റ്റ്യൻ എണീക്കാം. 2-3 ദിവസം അവധിയുണ്ടല്ലോ. ഓക്കെ, നമുക്കപ്പോ കുറച്ചൊക്കെ നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ, ചാപ്റ്റേഴ്സ് ഒക്കെ ഈസി അല്ലേ? 2-3 ദിവസം ഉണ്ട്, അവധിയുണ്ട്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഓടിച്ചൊക്കെ വായിച്ച് തിങ്കളാഴ്ച നല്ല മിടുക്കരായിട്ട് പോലെ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഓപ്ഷൻ എന്തിനാ ബിനോയ്? ഓപ്ഷൻ വേണോ? മാഡത്തിന്റെ ഇഷ്ടം. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Thank you, ma'am.